ചരിത്രത്തിൽ വീണ്ടും വീണ്ടും തോൽവികൾ ആവർത്തിക്കുവാൻ വിധിക്കപ്പെട്ടവരായി തുടരുക എന്നതിൽ പരം വേദന മറ്റൊന്നുമില്ല. ആ വേദനയെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കണമെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നാകണമെന്നും ഞാൻ പറയും. അതുകൊണ്ട് തന്നെ എത്ര കാത്തിരിക്കുവാനും അവർ തയ്യാറായിരുന്നു. വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതെ പിന്തുണയ്ക്കുവാനും ഒരുക്കമായിരുന്നു. ഓരോ സീസൺ ആരംഭിക്കുമ്പോഴും പുതിയ പ്രതീക്ഷയുമായിട്ടാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും വരുന്നത്. ഓരോ വട്ടവും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിധി അവർക്ക് മുന്നിൽ തടസ്സമായി നിൽക്കാറുമുണ്ട്. എങ്കിലും അടങ്ങാത്ത കാൽപന്ത് ലഹരി അവരുടെ സിരകളിലേക്ക് ഓരോ വർഷവും പുതിയ പ്രതീക്ഷകളായി ഉണർത്തുന്നുണ്ട്. അങ്ങനെയൊരു സീസണാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച താരങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും ലൂണ എന്ന നായകൻ്റെ കുറവ് ആരാധകരെ നിരാശരാക്കിയിരുന്നു. പക്ഷേ നോഹ സദോയ്, ജെമിനസ്, പെപ്ര, കൊയോഫ്, ഡ്രിൻകിച്ച് അടങ്ങുന്ന വിദേശ നിര ആ കുറവിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. പഞ്ചാബും ബംഗാളും നോർത്ത് ഈസ്റ്റും കടന്ന് ഇന്ന് ഒഡീഷയുമായി മത്സരിക്കുവാൻ കാത്തിരിക്കുകയാണ്. സ്റ്റാറയുടെ കീഴിലെ ആദ്യ 11-ൽ ഇന്നും പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പരിശീലകൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വസിച്ചു പോകുകയല്ലാതെ മറ്റെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാരണം അയാൾക്കും നമ്മുടെ വിജയം കാണുക മാത്രമാണ് ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ ലൂണ തിരിച്ചു വന്നിരിക്കുന്നു. മാറി മാറി പരീക്ഷിക്കപ്പെട്ട മുൻനിരയിലേക്ക് ഒരുപക്ഷെ ഇന്ന് ആരാധകരേറെ കാത്തിരിക്കുന്നത് ലൂണ, ജെസൂസ്, നോഹ ത്രയത്തെ തന്നെ ആയിരിക്കണം. ഈ സീസണിൽ മുന്നോട്ടുള്ള യാത്രയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ അതൊരു വലിയ റെവല്യൂഷൻ തന്നെ സൃഷ്ടിക്കുമെന്ന് ഭൂരിഭാഗം ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ സോഷ്യൽ മീഡിയ കമൻസിലും അത് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ അതിലേറെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. കൊയോഫ്, ലൂണ, നോഹ, ഡ്രിൻകിച്ച് തുടങ്ങിയ ഫോറിൻ താരങ്ങളെ സ്റ്റാർട്ട് ചെയ്യിക്കണമെന്നും, ലൂണ, നോഹ, പെപ്ര, കൊയോഫിനെ സ്റ്റാർട്ട് ചെയ്യിക്കണമെന്നും, അല്ലെങ്കിൽ ലൂണ, നോഹ, ജെമിനിസ്, കൊയോഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നത് ഈ ഒരു ത്രയത്തെ തന്നെയായിരിക്കും. തീർച്ചയായും ഞാനും ആ ഒരു മുന്നേറ്റ നിരയുടെ കളി കാണാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. എക്സ്പീരിയൻസ്ഡായ അവരുടെ കളിശൈലി ആസ്വദിക്കുവാനും അത് വർക്കാവുന്നതിലൂടെ അവരുടെ കോംബോ ISLലെ തന്നെ മികച്ചൊരു മുന്നേറ്റ നിരയെ മാറുന്നതും വിപ്ലവം സൃഷ്ടിക്കുന്നതും കാണുവാനും കാത്തിരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇനി വരുന്ന മത്സരങ്ങളിൽ ലൂണയുടെ ത്രൂ പാസുകളിൽ ജെസൂസിൻ്റെയും നോഹയുടെയും ഗോളുകളും കൂടെ ലൂണയുടെ ഫ്രീ കിക്ക് മാന്ത്രികത നിറഞ്ഞ രാത്രികൾക്കുമായി കാത്തിരിക്കുന്നു. ഓരോ മത്സരങ്ങളും കഴിയുമ്പോഴും ആരാധകരിൽ അഭിപ്രായങ്ങൾ ഏറെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.